നൂറിലും നൂറാണിൻ ത്വാഹ കതിരൊളി താജ നേരിലെ നായകരാണിൻ തിങ്കൾ സിരാജ. ഭീതിപ്പെടുത്തുന്ന ദിനരാത്രങ്ങൾ, അതിജീവനം പോലും വെല്ലുവിളിയായ സാഹചര്യത്തിൽ പഠനമെല്ലാം മുടങ്ങി. പിന്നീട് കോഴിക്കോട് മർക്കസിന്റെ നേതൃത്വത്തിലാണ് പഠനം മുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് സർവ്വസഹായവും എത്തിച്ചത്. I spent here 5 years, and till in 5 years I got so many things like no, I'm standing speaking in front of you. It is only due to the Markaz providing this kind of education, the social education, and also I'm thankful to Kerala government who giving us such kind of education, and also Markaz providing all the things, facilities, so many things they are providing about eating, clothing, all the things they are providing us free. Whatever I am today is because of Markaz Thaqafat Sunniyah, and wherever I will go in my life, I will be so thankful to Markaz Thaqafat Sunniyah. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ 102 കശ്മീരി വിദ്യാർത്ഥികളാണ് ഇന്നലെ മടങ്ങിയത്. പല പൂർവ്വ വിദ്യാർത്ഥികളും ഇന്ത്യൻ ആർമിയിൽ പ്രവേശിച്ചു. ഉന്നത പഠനത്തിനായി കേന്ദ്ര സർവകലാശാലകളിൽ എത്തിയവരുമുണ്ട്. എല്ലാ വർഷവും അവർ പോകുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം അവർ അടുത്ത വർഷം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. ഇപ്പോൾ ഈ വർഷം ഇവർ പോകുന്നത് അടുത്ത വർഷം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല എന്നുള്ള ആ ഒരു വിഷമമായതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും നല്ല മർക്കസിന് മൊത്തം മാനേജ്മെൻറ്റിനും സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും വലിയ വിഷമമുണ്ട്. ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലും വർക്ക് ചെയ്യാനാണ് ഇവരിവിടുന്ന് പോകുന്നത് എന്നാലോചിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. 3-5 വർഷം മർക്കസിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണ് മടങ്ങുന്നത്. ഇനി ഇവരാരും തിരിച്ചു വരില്ലെന്ന സങ്കടത്തിലാണ് അധ്യാപകരും. കശ്മീരിലെ ഭീകരാക്രമണങ്ങളിലും വെടിയുച്ചകളിലും പകച്ചുപോയ ബാല്യങ്ങളാണ് ഇവിടെയുള്ളവരിലധികവും. ഈ പുണ്യ റമദാൻ മാസത്തിൽ കേരളത്തോട് നന്ദി പറഞ്ഞാണ് ഇവർ ഓരോരുത്തരും മടങ്ങുന്നത്. ക്യാമറമാൻ ജസ്റ്റിനോടൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.